സലീന ഷജീർ. ഞാൻ ട്രിവാൻഡ്രം പട്ടത്തു നിന്നാണ് വരുന്നത്. ഞാനിന്ന് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് ബട്ടർ കേക്കാണ്. ആദ്യം നമ്മൾ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് 1.5 ടീസ്പൂണാണ് എടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വെക്കാം. 100 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്ത് വെക്കുവാണ്. നമുക്ക് ബട്ടറും വാനില എസൻസും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം നമുക്ക് ഓവൻ 150 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം 10 മിനിറ്റ്. ഇനി നമുക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇതുപോലെ ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അര കപ്പ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് നമ്മൾ ഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ സ്പാച്ചുല വെച്ചിട്ടല്ല ചെയ്യുന്നത്, ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന 7.5 എന്ന അളവിലുള്ള ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ച് വെച്ച ബാറ്റർ, നമ്മുടെ ടിന്നിൽ ഒഴിച്ച ബാറ്റർ നമുക്ക് ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് എടുക്കുവാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഗനാഷ് ഉണ്ടാക്കുന്നത്. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മേലെ ഒരു പാത്രം വെച്ചിട്ട് ആണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ചൂടൊന്ന് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മൂസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൂസിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റാണ് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഇതിലേക്ക് നമുക്ക് ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണാണ് ഇടുന്നത്, 4 സ്പൂണാണ് ഇടുന്നത്. ഇത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ആയോ എന്ന് നോക്കാം. കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇത് ബട്ടർ കേക്ക് ആയതുകൊണ്ട് ഞാനിത് സോക്ക് ചെയ്യുന്നില്ല. അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം.
ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഞാനൊരു ബട്ടർഫ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് യെല്ലോ കളറ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് കോട്ട് ചെയ്ത് കൊടുക്കാം. ബട്ടർഫ്ലൈ വെച്ച് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മൂസാണ് ചെയ്തത്. സോക്ക് ചെയ്തില്ല, പക്ഷേ കേക്ക് നന്നായിട്ട് തണുക്കാത്തത് കൊണ്ട് മെൽറ്റ് ആവുന്നു അല്ലേ. ഒന്നുകൂടി തണുപ്പിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. പക്ഷേ സമയം തീർന്നു പോകുന്നു. അത് കഴിഞ്ഞിട്ട് കൊണ്ട് അവിടെ വെച്ചാൽ മതിച്ചില്ല. ഓക്കെ, നോക്കൂ, ട്രൈ. ഇതിലേക്ക് ഒരു പിങ്ക് കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബട്ടർഫ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ക്രീം നന്നായിട്ട് മെൽറ്റായി പോകുമായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ് മൂസ് കേക്കും തണുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്നാലും ഞാൻ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് ജഡ്ജസ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ബട്ടർഫ്ലൈ. So this is a butterfly cake. ബട്ടർഫ്ലൈ പക്ഷേ ചെയ്തത് നന്നായിട്ടില്ല. കാരണം ക്രീം മെൽറ്റായിപ്പോയി. വൈറ്റ് ചോക്ലേറ്റ് മൂസാണ് ചെയ്തത്. ഉള്ളിൽ വെനില ബട്ടർ കേക്കാണ്. ഞാൻ സോക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ചൂട് മാറുന്നതിന് മുന്നേ ആയതുകൊണ്ട് നന്നായിട്ട് മെൽറ്റായി. അപ്പോൾ എനിക്ക് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അങ്ങ് ശരിയായിട്ട് വന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്താ? സ്റ്റോറി ഞാൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്. കാരണം അതെ, ഞാനിപ്പോൾ 40s തീരാറായി. അപ്പോൾ ഞാൻ ഒറ്റ മോളാണ്, സിബ്ലിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ ചെറുതിലെ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ കേക്ക് ബേക്കിങ്ങിലോട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പം ഇവിടെ തന്നെ ഈ നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ്, അതൊരു ഭയങ്കര വലിയൊരു കേക്കിലൂടെ കിട്ടിയതാണ്. അതെ, ഞാൻ ആ കൊക്കൂൺ പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, സ്റ്റോറി. യെസ്, നൈസ്.